രാഹുൽ ഞാൻ സംസാരിക്കുമ്പോ രാഹുൽ ഇടയ്ക്കേറി സംസാരിക്കരുത്. കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഇതുപോലെ സംസാരിച്ച് അതൊരു മാന്യത രാഹുൽ കാണിക്കണം. രാഹുലിന് പറയാനുള്ളതൊക്കെ നാട്ടുകാർ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ ആദ്യഘട്ടങ്ങളിലെല്ലാം ചർച്ചയ്ക്ക് വരുമ്പോൾ രാഹുൽ പറഞ്ഞിരുന്ന ഒരു വാക്കുണ്ട്, നടിക്ക് നീതി കിട്ടണം, 8ാം പ്രതി ദിലീപ് നിരപരാധിയാണ്. നിരപരാധിയായിട്ടുള്ള ദിലീപാണെങ്കിൽ നടിക്ക് നീതി കിട്ടില്ലല്ലോ. അതുപോലെ തന്നെ ഈ നാട്ടിലെ എല്ലാ പീഡകരായിട്ടുള്ള ആളുകളുടെയും വക്കാലത്തെടുത്ത് വരുന്ന ഒരാളായിട്ട് രാഹുൽ മാറിയിരിക്കുകയാണ്. ഇതില് രാഹുല് എന്തായാലും ഇടതുപക്ഷമല്ല, ഞാൻ ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് മുകേഷിനെ പോലുള്ള ആളെ ഇങ്ങനെ സംരക്ഷിക്കുന്നത് ഒരു തരത്തിലും ഗുണാവില്ല. നേരത്തെ രാഹുൽ ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യം പറഞ്ഞു. ഉമ്മൻചാണ്ടി സാർ തെരഞ്ഞെടുപ്പിന് തോറ്റുപോയി. സരിത കേസ് വെറുതെ ഉണ്ടാക്കിയതാണെന്ന് LDF ആരും പറഞ്ഞിട്ടില്ലല്ലോ. ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ശരിയല്ല, എന്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, മുഖ്യമന്ത്രിയുടെ ക്യാബിനിൽ മുഖ്യമന്ത്രിയുമായി ഉണ്ടായി എന്ന് പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഉമ്മൻചാണ്ടി സാറിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത്. എന്തു വലിയ പ്രക്ഷോഭം കേരളത്തിൽ ഉണ്ടായി. അത് ആരാ ചെയ്തത്? അങ്ങനെ എന്തായിരുന്നു അതിലെ മുദ്രാവാക്യം? അങ്ങനെ ചെയ്ത ആളുകളെ സംബന്ധിച്ച് ഇതുപോലുള്ള ഒരു MLA പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഉമ്മൻചാണ്ടി സാറിന് എതിരായിട്ടുള്ള കേസുകൾ പോലെ തന്നെ ഗൗരവമായിട്ടുള്ള കേസാണ്. 376(1) അയാൾക്ക് എതിരായിട്ട്, ഈ മുകേഷിനെതിരായിട്ട് ചാർജ് ചെയ്തിരിക്കണം. ഇപ്പോ ഈ സെഷൻസ് കോടതിയിൽ അറസ്റ്റ് ചെയ്യരുത് എന്നും പറഞ്ഞ് ഒരു അപേക്ഷ കൊടുക്കുന്നു. ഈ അറസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞൊരു അപേക്ഷ കൊടുക്കുമ്പോൾ 5 ദിവസത്തേക്ക് അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി പറഞ്ഞു. ഇത് അവിടുത്തെ PP ഈ അറസ്റ്റ് ചെയ്യുന്ന ഈ അപേക്ഷയെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഒരു കാരണം കൊണ്ടാണ് യഥാർത്ഥത്തിൽ MLA സ്ഥാനത്ത് നിന്നും രാജിവെച്ച് അന്വേഷണം നേരിടുക എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. കാരണം ഇത് ഹേമ കമ്മിറ്റി വെക്കുന്നത് സിനിമാ മേഖലയിൽ 2017 നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിനിമാ മേഖലയിൽ സ്ത്രീകൾക്കെതിരായി നടക്കുന്ന വിവേചനങ്ങൾക്കെതിരെ, അതിക്രമങ്ങൾക്കെതിരെ പഠിക്കാനായിരുന്നല്ലോ. അങ്ങനത്തെ ഒരു റിപ്പോർട്ടിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള, ഇനി ആ റിപ്പോർട്ടിന്റെ മുഴുവനും പുറത്തു വന്നാൽ എത്ര ആളുകൾ ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. ഈ സമയത്ത് ഇത്തരം 376 പോലുള്ള ഒരു വകുപ്പിലെ ഈ കേസെടുത്തത് ആരാ? LDF സർക്കാർ. LDF സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിനെ പോലീസാണ് 376 ഇട്ട് കേസെടുത്തത്. അങ്ങനെ വരുമ്പോ ആ സർക്കാരിലെ ഒരു MLA എന്ന നിലയിൽ രാജിവെക്കുക എന്ന് പറയുന്നത് അദ്ദേഹം കാണിക്കേണ്ട ഒരു മര്യാദയാണ്, ഇടതുപക്ഷം കാണിക്കേണ്ട മര്യാദയാണ്. ഒന്നുമില്ലാതെ, ഒരു തെളിവുമില്ലാതെ, പ്രാഥമിക തെളിവില്ലാതെ ഒരു 376(1) കേസെടുക്കാൻ പോലീസ് തയ്യാറാകുമോ? ഇതേ സർക്കാരിന്റെ പോലീസല്ലേ എടുത്തേക്കണത്. അപ്പോ ഇത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഓർത്തു വെക്കേണ്ട ഒരു കാര്യം. നേരത്തെ ഉമ്മൻചാണ്ടിയുടെ കാര്യം രാഹുൽ പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടിനെ ജനങ്ങൾ റിജക്ട് ചെയ്തു. ഉമ്മൻചാണ്ടി തെറ്റ് ചെയ്യില്ല എന്ന് വിശ്വസിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ എങ്കിലും ആ സരിത ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലും ജിഷ കേസ് ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലുമാണ് അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിനെ റിജക്ട് ചെയ്തത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലതുപക്ഷത്തിന്റെ നിലപാടുകൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ മുകേഷിനെ സംബന്ധിച്ച് മുകേഷ് അറസ്റ്റ് ചെയ്യാനോ മുകേഷ് എന്തെങ്കിലും തരത്തിൽ നിയമത്തിന് കീഴ്പ്പെടാനോ തയ്യാറായില്ലെങ്കിൽ ഇനിയും കേസുകൾ വരാനുള്ള സാധ്യത മുകേഷുമായി ബന്ധപ്പെട്ടുണ്ട്. ഇപ്പൊ 2 ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ രാഹുല് കഴിഞ്ഞ പ്രാവശ്യം മുഖ്യമന്ത്രിക്ക് ജയ് വിളിച്ച പോലെയല്ല, ഇത് ഇടതുപക്ഷത്തിന് ഭയങ്കര ഡാമേജ് ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇപ്പോ നമ്മളിപ്പോ സെഷൻസ് ജഡ്ജിന്റെ അടുത്ത് ജാമ്യാപേക്ഷ അദ്ദേഹം മൂവ് ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ പെറ്റീഷൻ മൂവ് ചെയ്ത സമയത്ത് അവിടുത്തെ PP എന്ത് പറഞ്ഞു എന്നുള്ളത് പ്രധാനമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ MLA എന്ന രീതിയിൽ സർക്കാരിന്റെ സ്വാധീനം ഉപയോഗിച്ച് ഇത്തരം പ്രതികൾ രക്ഷപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പറയാ ആരോപണ വിധേയരായാൽ ആളുകൾ ആ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് മാറുന്നത്. രഞ്ജിത്ത് എന്ന് പറഞ്ഞ് ഇത്ര വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന ആളല്ല. അയാൾക്കെതിരെ 354 ഉണ്ടായിരുന്നുള്ളൂ, 354. എന്നിട്ടും അക്കാഡമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വന്നു. അത് ഇടതുപക്ഷത്തിന്റെ നയം അതായതുകൊണ്ടല്ലേ അയാളെ കൊണ്ട് രാജിവെപ്പിച്ചത്.
അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഇത് ഇങ്ങനെ ചർച്ച ചെയ്യിക്കുന്നത്, ഇത് പിന്നെയും ചർച്ച ചെയ്യിക്കുന്നത്, വീണ്ടും വീണ്ടും ആരോപണങ്ങൾ വരുന്നത്, അതായത് ഈ മുകേഷ് ഈ കാര്യത്തിൽ കാണിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇടതുപക്ഷത്തിന് ഒരിക്കലും ഇത് ഗുണകരമാകാൻ പോകുന്ന കാര്യമേ അല്ല. ഇത് ദോഷം, വലിയ രീതിയിലുള്ള ദോഷം ഉണ്ടാകാൻ ഇനിയും പരാതികൾ വരുമെന്ന് താങ്കളും വിശ്വസിക്കുന്നുണ്ടല്ലേ? ഇനിയും പരാതികൾ മുകേഷിനെതിരെ വരും. ഇതുവരെ മിണ്ടാതിരുന്ന ആളുകൾ പ്രതികരിച്ചു തുടങ്ങും. കാരണം മുകേഷിന്റെ ക്യാരക്ടർ, അതെ, മുകേഷിന്റെ ക്യാരക്ടർ അങ്ങനെയാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മുകേഷ് പോലും അത് നിഷേധിക്കുന്നത്. നടി ആക്രമിച്ച കേസിൽ ആ പ്രതിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ, അതായത് 8ാം പ്രതി ദിലീപിന് വേണ്ടി ഏറ്റവും കൂടുതൽ വാദിച്ച ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതിനിധിയാണ് അദ്ദേഹം. ഇദ്ദേഹം മീറ്റിങ്ങുകളിൽ മാത്രമല്ല, അവിടെ പോയി പ്രതിനെ കണ്ടു, പ്രതിക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുന്നതിന് ഇടപെട്ട് അദ്ദേഹം ഈ അമ്മയുടെ അടക്കം മീറ്റിങ്ങുകളിൽ പത്രക്കാരുമായി തട്ടിക്കയറി. തുടർന്ന് അങ്ങോട്ട് ഈ എല്ലാ തരത്തിലുള്ള MLA എന്ന രീതിയിലും പാർട്ടിക്കുള്ളിലും LDFിലുമുള്ള അധികാരം ഉപയോഗിച്ച് 8ാം പ്രതിയായിട്ടുള്ള ആളെ രക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തിയ ഒരാളാണ്. അപ്പൊ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് സ്ത്രീകളോട് ആ പെൺകുട്ടിക്ക് നീതി കിട്ടണമെന്ന് ഒരിക്കൽ പോലും വാക്കുകൊണ്ട് പോലും പറയാത്ത ഒരാളാണ് മുകേഷ്. അതുകൊണ്ട് തന്നെ ഈ അദ്ദേഹത്തിന്റെ ഈ സമീപനം ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാം. ഇക്കാലം അത്രയും തുടങ്ങിയതല്ല. ഇപ്പൊ നേരത്തെ ദീപ പറഞ്ഞ പോലെ എന്തായിരുന്നു സരിത ആരോപണം? വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നം ആയിരുന്നില്ല. രാഹുല് ഭാര്യ വീട്ടിലുള്ള സമയത്ത് മറ്റു പെണ്ണുങ്ങളുമായി കയറി വന്ന് അവിടെ ആ ഭാര്യയുള്ള വീട്ടിൽ അയാള് രതിയിൽ ഏർപ്പെട്ടതുമായി ബന്ധപ്പെട്ട ആരോപണമാണ് സരിത വെച്ചത്. ചെറിയ കാര്യമാണോ അത്? അയാൾക്ക് ഈ നാട്ടിൽ എവിടെയൊക്കെ കൊണ്ടുപോയി ഇതൊക്കെ ചെയ്യാം. അപ്പൊ അങ്ങേയറ്റം അഗ്ലിയായി അയാൾ ചെയ്തു എന്ന് അയാളുടെ ഭാര്യ പറയാ. രണ്ടാമത്തെ ഭാര്യ അതെങ്കിലേ പറഞ്ഞേ. രാഹുല പ്ലീസ്, രാഹുല് ഇത് ഞാനില്ല മഞ്ജുഷെ, രാഹുൽ ഇങ്ങനെ ഇടപെടാൻ പറ്റില്ല. രാഹുലിന്റെ സമയത്ത് ഞങ്ങൾ ആരും ഇടപെടാറില്ല. പൂർത്തിയാക്കട്ടെ രാഹുലെ. ആയിക്കോട്ടെ, എനിക്ക് തന്ന സമയല്ലേ, എന്നോട് നിർത്താൻ പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞോളൂ. താൻ സംസാരിക്കുമ്പോ ഞാൻ ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. താൻ എന്തിനിപ്പോ ഇത്ര ദയണത്? അപ്പൊ അതുകൊണ്ട് ഞാൻ ഇടതുപക്ഷത്തിൽ നിൽക്കുന്ന ഒരാളാ. എന്നെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന് ഡാമേജ് ഉണ്ടാവണം ഞാൻ ആഗ്രഹിക്കണമില്ല. പക്ഷെ ഇത് ഓരോ നിമിഷവും ഈ മുകേഷിനെ ചുമക്കുമ്പോ ഇടതുപക്ഷത്തിന് ഡാമേജ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ സർക്കാരും അല്ലെങ്കിൽ CPM ഒക്കെ വിചാരിക്കണ്ടാവാ ഇല്ല ഞങ്ങൾ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. പക്ഷെ ജനങ്ങൾ പ്രൊട്ടക്ട് ചെയ്യില്ലല്ലോ. ഇതിനിങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുമ്പോ മുകേഷ് MLA എന്ന് പറയുന്ന അടുത്ത പ്രാവശ്യം MLA അയക്കണം എന്നില്ല. പക്ഷെ അത് ടോട്ടൽ CPMനും ടോട്ടൽ ഇടതുപക്ഷത്തിനും ഉണ്ടാക്കാൻ പോകുന്ന ദീർഘകാല ഡാമേജ് അത് അപരിഹാര്യമാണ്. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. രാഹുൽ പക്ഷേ CPMനെ സംരക്ഷിച്ചുകൊണ്ടല്ല പറയുന്നത്, അദ്ദേഹത്തിന് സംരക്ഷിക്കേണ്ടത് മുകേഷിനെയാണ്. ശരി രാഹുൽ, ബാക്കിയുള്ളവർ കൊടുത്ത 3-1 സമയം മതി. 3 മിനിറ്റ് അല്ലേ? പറഞ്ഞോളൂ. 3-1 മതി, 2 മിനിറ്റ് മതി. അതായത് മുകേഷും അദ്ദേഹത്തിന്റെ ഭാര്യയും തമ്മിൽ പ്രശ്നങ്ങൾ കാണാം. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും, ഞാൻ വീണ മാഡത്തിന്റെ ഇന്റർവ്യൂ കാണുകയും ചെയ്തു, വായിക്കുകയും ചെയ്തു. അതുകൊണ്ട് വേറൊരു കേസിൽ പുള്ളിയെ പെടുത്തണോ? മുകേഷ് ഏതെങ്കിലും രീതിയിൽ വേറെ കാര്യത്തിൽ തെറ്റ് ചെയ്ത് കാണാം, എനിക്കറിയില്ല. പക്ഷേ അതിന്റെ പേരിൽ പുള്ളി എന്നാ വേറൊരു കേസിൽ പെടുത്താന്ന് പറയുന്നത് എന്ത് തരം നീതിബോധമാണ്? ആരാണ് പെടുത്തുന്നത് രാഹുൽ? ആരാണ് പെടുത്തുന്നത്? മുകേഷിനെ കുറിച്ച് ബാക്കി ആരോപണങ്ങൾ കേട്ടില്ലേ? പുള്ളി ഭാര്യയോട് ചെയ്തു, ഭാര്യ വീട്ടിലുള്ളപ്പം വേറെ സ്ത്രീകളെ കൊണ്ടുവന്ന് രതി ചെയ്തു എന്ന് ചെയ്ത് കാണാൻ കാണില്ലായിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ അതുകൊണ്ട് മുകേഷിനെ വേറൊരു റേപ്പ് കേസിൽ പെടുത്തണോ? പെടുത്തുന്നതല്ലോ, അദ്ദേഹത്തിനെതിരെ മൊഴി രഹസ്യമൊഴി വരുന്നു. ആരോപണം വന്നു, ആ ആരോപണം ഇപ്പോൾ ഒരു പരാതിയായി. ഇനിയും പരാതി അന്വേഷിച്ച് കണ്ടെത്ത് കോടതിയിൽ തെളിയിച്ച് കോടതി കുറ്റക്കാരനാക്കണം എന്നൊരു പ്രോസസ് അല്ലേ ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കുന്നത്? അതല്ലാതെ ഓൾറെഡി ആരോപണം വന്നുകൊണ്ട് പുള്ളി കുറ്റക്കാരനായോ? ഉമ്മൻചാണ്ടി സാറിനെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഉള്ളത്? എനിക്ക് 100% യോജിപ്പുണ്ട്. ഉമ്മൻചാണ്ടി സാർ നിരപരാധിയാണെന്ന്. അദ്ദേഹത്തിന്റെ മകൻ, എത്രയോ പേര്, KC സാർ അടക്കമുള്ള എത്രയോ പേർക്കെതിരെ ആരോപണം വന്നു. അവർ നിരപരാധികളും നിഷ്കളങ്കരുമാണെന്ന് എനിക്ക് 100% ബോധ്യമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് സരിതയുടെ കാര്യം വന്നപ്പോഴും ഇനി തിരിച്ച് ആരോപണം ഉന്നയിച്ചപ്പോഴും പിണറായി വിജയൻ സഖാവിന്റെ മകളെ അടക്കം അപകീർത്തിപ്പെടുത്തിയപ്പോഴും ഇത് ചെയ്യരുത്. നമ്മൾ രാഷ്ട്രീയക്കാരോ സാമൂഹ്യ പ്രവർത്തകരോ ഇത് ഇടപെട്ട് നിർത്തണം. കോൺഗ്രസിനെതിരെ ആരോപണം വരുമ്പോൾ CPM ആഘോഷിക്കും, CPMനെതിരെ വരുമ്പോൾ കോൺഗ്രസും BJP ആഘോഷിക്കും, BJPക്കെതിരെ വരുമ്പോൾ കോൺഗ്രസ് CPM ആഘോഷിക്കും. ഈ പരിപാടി
നമ്മുടെ ഇടയിൽ നിർത്തണം. ഈ സ്ത്രീകളുടെ ചുമലിൽ വെച്ച് നമ്മുടെ രാഷ്ട്രീയ പക തീർക്കാനുള്ളതല്ല. അത് സ്ത്രീകളോടുള്ള ഇഷ്ടമൊന്നുമല്ല. എതിർ പാർട്ടികൾക്ക് നനഞ്ഞെടുത്ത് കുഴിക്കാനുള്ള ടെൻഡൻസിയാണ്. അതായത് അവൻ അടികിട്ടുകയല്ലേ, പരമാവധി അടികിട്ടട്ടെ എന്നാണ്. രാഹുൽ ഇവിടെ ഈ സംഭവങ്ങൾ കൊണ്ടുവന്നത് പാർട്ടിക്കാരല്ല, അതുകൂടി താങ്കൾ ഓർക്കണം. ഒരു രാഷ്ട്രീയ അല്ല രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ പാർട്ടിക്കാർ കൊണ്ടുവന്ന പ്രശ്നമല്ല ഇത്. മുകേഷ് മാത്രമല്ല ഈ കാര്യത്തിലുള്ളത്, മറ്റ് നടന്മാരുമുണ്ട്, സാങ്കേതിക വിദഗ്ധരും പ്രമുഖ സംവിധായകരും ഒക്കെ ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പരാതി ഉന്നയിക്കാൻ വേദിയില്ലാതിരുന്ന ഒരു കൂട്ടം സ്ത്രീകൾ അവർ ഈ പോരാട്ടത്തിന് മുന്നോട്ട് ഇറങ്ങി വന്നതാണ്. എന്തുകൊണ്ടാണ് അവർക്കൊപ്പം നിൽക്കാൻ താങ്കൾക്ക് കഴിയാതെ വരുന്നത്? ഒരു സെക്കൻഡ് ശ്രീ മഞ്ജുഷ്, ഞാനും താങ്കളും കൂടെ തന്നെ ഈ കഴിഞ്ഞ 8 മാസത്തിനുള്ളിൽ ഒരു പ്രൊഡ്യൂസറിനെ ഒരു ഡയറക്ടറെ ഒന്ന് പറഞ്ഞോട്ടെ, വ്യാജ പരാതിയുടെ കേസ് കണ്ടില്ലേ? ആ പ്രൊഡ്യൂസർക്ക് അനുകൂലമായ അവസാനം കോടതി വിധിച്ചില്ലേ? ആ ഡയറക്ടർക്ക് തന്റെ നിരപരാധിത്വം തെളിയിച്ച് കോടതിയിൽ നിന്ന് ജാമ്യം അടക്കമുള്ള കാര്യങ്ങൾ കിട്ടിയില്ലേ? എത്ര വ്യാജ കേസുകളൊന്നും ഇത് പണ്ടത്തെ കാലമൊന്നുമല്ല. കഴിഞ്ഞ 8 മാസങ്ങളിൽ പ്രമുഖനായ ഒരു പ്രൊഡ്യൂസർക്കും പ്രമുഖനായ ഒരു ഡയറക്ടർക്കും തങ്ങൾക്ക് റോള് തരാത്തത് കൊണ്ട്, സിനിമയിൽ അഭിനയിക്കാൻ അവസരം തരാത്തത് കൊണ്ട് റേപ്പ് ചെയ്തു, പീരീഡ്സ് ആയിരിക്കും എന്റെ വയറ്റ് ചവിട്ടി തുടങ്ങിയ കാര്യങ്ങൾ ആരോപണം ഉന്നയിച്ചത് പച്ച കള്ളം പോലെ തകർന്നു വീഴുക. ഇനി നടിയെ ആക്രമിച്ച കേസിന്റെ കാര്യങ്ങളൂടെ പറയാം. എത്ര ദിവസം നമ്മൾ കാവ്യാമാധവനാണ് ആ പിന്നിലുള്ള ആളെന്നും കാവ്യാമാധവന്റെ അമ്മയാണ് ഇത് ചെയ്തതെന്നും അടക്കം നമ്മൾ ചർച്ച ചെയ്തു. എന്തൊക്കെ കള്ളം പറഞ്ഞു. 50 ലക്ഷം രൂപ ഒരാൾക്ക് കൊടുത്തു. വേങ്ങരയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ പോയി. ദാവൂദ് ഇബ്രാഹിമിന്റെ ബന്ധമുണ്ട്. നമുക്ക് ഈ ആൾക്കാരോട് ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു ധാർമ്മികത വേണ്ടേ? നമുക്കൊരു ഇൻട്രോസ്പെക്ഷൻ വേണ്ടേ? ആർക്കെതിരെയും പറഞ്ഞൂടെ? നാളെ രാഹുൽ ഈശ്വറിനെതിരെയോ ജോർജ് ജോസഫ് സാറിനെതിരെയോ മഞ്ജുഷിനെതിരെയോ ഏത് പുരുഷനെതിരെയോ വന്നാൽ നമ്മുടെ കരിയർ, നമ്മുടെ ശരി രാഹുൽ, അപ്പോൾ ഈ സിനിമാ ഫീൽഡിൽ നിന്ന് ഇത്തരം പരാതികൾ വരാൻ പാടില്ല. അങ്ങനെ പരാതി ഉള്ളവർ അത് സപ്രസ് ചെയ്ത് വെക്കുക. ആ ഒരു നിലപാടാണ് താങ്കൾ സ്വീകരിച്ചു വരുന്നത്. കോടതി വിധിക്കുക, കോടതിയുടെ ഉത്തരവ് വരട്ടെ. രാഹുൽ ഒരു കാര്യം മനസ്സിലാക്കണം. രാഹുൽ നേരത്തെ പറഞ്ഞല്ലോ, കോൺഗ്രസിന്റെ MLA-മാരെ കുറിച്ച് ആരോപണം ഉയർന്നിരുന്നല്ലോ, അപ്പോൾ അവർ രാജിവെച്ചു. ആ കോൺഗ്രസിന്റെ MLA-മാരെ കുറിച്ച് ആരോപണം ഉയർന്നിരുന്നപ്പോൾ അന്ന് ഭരിച്ചിരുന്നത് കോൺഗ്രസ് അല്ല, LDF ഭരിച്ചിരുന്ന സമയത്താണ്. അപ്പോൾ അവർക്ക് അന്വേഷണത്തിൽ ഇടപെടാനോ സ്വാധീനിക്കാനോ ഉള്ള സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ അവസ്ഥ അങ്ങനെയല്ല. ഇന്ന് ഇടതുപക്ഷം ഭരിക്കുകയാണ്. ഇടതുപക്ഷത്തിന്റെ ഒരു MLA-ക്ക് നേരെയാണ് ഈ ഒരു ആരോപണം വന്നേക്കുന്നത്. സീരിയസ് ആയിട്ടുള്ള ഒരു ആരോപണത്തിന്റെ ഭാഗമാണ് അദ്ദേഹം. അദ്ദേഹത്തിനെതിരെ മാത്രമല്ല ആരോപണമുള്ളത്. ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ ആരോപണമുള്ളപ്പോ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് പേരുകൾ പുറത്തു വരികയാണ്. അതിൽ ആദ്യം പുറത്തു വന്ന പേരുകാർ രാജിവെച്ചിരിക്കുകയാണ് അവരുടെ വലിയ പൊസിഷൻ. ഇപ്പൊ MLA എന്നുള്ള പൊസിഷൻ എന്ന് തന്നെയല്ല, ഇപ്പൊ അക്കാഡമി ചെയർമാൻ പൊസിഷൻ എന്ന് പറയുന്നത് വലിയൊരു പോസ്റ്റ് തന്നെയാണ്. അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അദ്ദേഹം അന്വേഷണത്തെ നേരിടുകയാണ്. അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അത് ചെയ്യട്ടെ. അതുപോലെ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ MLA ആയിട്ടുള്ള മുകേഷ് ആ സ്ഥാനം രാജിവെക്കുക. കാരണം ഇത് പോലീസിനെ സ്വാധീനിക്കാം. ഇത് കാരണം നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പോലും ഈ ഒരു അത് വായിച്ചിട്ടുണ്ടാവും. എന്തായാലും സാംസ്കാരിക വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രിയും ഈ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടാകും. അതിലൊക്കെ ഉള്ള ആളുകളെ തന്നെ ഇത് താക്കോൽ ഏൽപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണ് ഇവിടെ നീതി? മറ്റു 2 MLA-മാരുടെ തോളിൽ ചാരി നിന്നുകൊണ്ടാണ് മുകേഷ് രാജിവെക്കേണ്ട എന്ന നിലപാടിലേക്ക് CPM പോകുന്നത്. പക്ഷേ ദീപ പറഞ്ഞ കറക്റ്റാണ്. ആ സമയത്ത് ഭരിച്ചുകൊണ്ടിരുന്നത് ആരാണ്? LDF ആണ്. അപ്പോൾ ആ ഒരു സ്വാധീനം ചെലുത്താൻ ആ MLA-മാർക്ക് കഴിയുകയില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സ്ഥിതി. ഭരിക്കുന്ന സർക്കാരിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്നയാളാണ് മുകേഷ് MLA. കാരണം അദ്ദേഹം അതേ പാർട്ടിക്കാരനാണ്. ശ്രീ ജോർജ് ജോസഫ്, ഇങ്ങനെ ഒരു MLA പ്രതിപട്ടികയിൽ നിൽക്കുമ്പോൾ ഈ അന്വേഷണ സംഘത്തിന് എത്രമാത്രം സ്വതന്ത്രമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള ചോദ്യം ഉയരുമല്ലോ സ്വാഭാവികമായിട്ടും. അതിൽ ആരെയെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ?